ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ട വീഡിയോ പോലെയല്ല, കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അതായത് ഇതുവരെ ഞാൻ ഇടാത്തൊരു കണ്ടൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗോൾഡ് ലോണിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഈ അടുത്ത് ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ കുറച്ച് ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. SBIയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ കുറച്ച് ആൾക്കാർ ഗോൾഡ് ലോണിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ തിരക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കറിയാൻ പാടില്ല ഇതിനെ പറ്റിയിട്ട്, എന്താണ് ലോണിനെ പറ്റിയിട്ടോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ തിരക്കി എന്താണ് ഗോൾഡ് ലോണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒഫീഷ്യൽസിനോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഗോൾഡ് ലോൺ, ഇതൊക്കെ അറിയാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടെ അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ് ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞുതരാം. ഗോൾഡ് ലോൺ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അഗ്രികൾച്ചർ ലോണുണ്ട്, പിന്നെ പേഴ്സണൽ ലോണുണ്ട്. അഗ്രികൾച്ചർ ലോൺ എന്ന് വെച്ചാൽ നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് എടുക്കുന്ന ലോണാണ്. പേഴ്സണൽ ലോൺ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. അഗ്രികൾച്ചർ ലോൺ തന്നെ നമുക്ക് 2 ടൈപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അതായത് ഗവൺമെൻറ് സബ്സിഡി വെച്ചിട്ടുള്ളതും ഉണ്ട്, അല്ലാണ്ട് സബ്സിഡി ഇല്ലാണ്ട് വിത്തൗട്ട് ഗവൺമെൻറ് സബ്സിഡി ആയിട്ടുള്ള ഗോൾഡ് ലോണും ഉണ്ട്. ഗവൺമെൻറ് സബ്സിഡി ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 4 to 8% ആയിരിക്കും. പിന്നെ ഗവൺമെൻറ് സബ്സിഡി ഇല്ലാത്തതാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 9% ആയിരിക്കും. ഒരു വർഷത്തേക്ക് ഒരു 1 year പീരീഡിലേക്ക് 9% ആയിരിക്കും. പിന്നെ പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പോഴേക്കും അത് അപ് ടു ഒരു 6 month പീരീഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 9.2% ആയിരിക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഏജിലുള്ള മിക്കവർക്കും അറിയാൻ പറ്റാത്തൊരു സൈഡാണ് ഈ ലോണ്, ബാങ്കിൽ പോയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ പറ്റിയിട്ടായതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പേഴ്സണൽ ലോണ് 6 month പീരീഡത്തേക്കാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അത് 9.2% ആയിരിക്കും 6 month പീരീഡിലേക്ക്. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണെങ്കിൽ അത് ഇൻട്രസ്റ്റ് റേറ്റ് 9.3 ആയിട്ട് മാറും. അപ്പോൾ നമ്മളീ പറഞ്ഞിരിക്കുന്ന ലോണ് രണ്ട് ലോൺ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പേഴ്സണൽ ലോണാണെങ്കിലും അഗ്രികൾച്ചർ ലോണാണെങ്കിലും ഇതിനകത്ത് എല്ലാത്തിലും ഒരു ഫീ ചാർജ് ചെയ്യുന്നുണ്ട്. പ്രോസസ്സിങ് ഫീ, പിന്നെ പോലെ പ്രൈസർ ഫീ എല്ലാം ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ അറിഞ്ഞ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ ഇത് വെച്ചിട്ടാണ്. ഓരോ ബാങ്ക് അനുസരിച്ചും ഇതിൽ വ്യത്യാസം വരാം. പക്ഷേ ഏകദേശം ഒരു ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഓരോ ബാങ്ക് അനുസരിച്ച് ഈ ഒരു തന്നേക്കുന്ന ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വരാം. പിന്നെ നമ്മളൊരു ഗോൾഡ് ലോൺ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം, പിന്നെ നിങ്ങൾക്കൊരു വാലിഡ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം, പിന്നെ നമ്മൾ വയ്ക്കാൻ കൂടുതൽ ചെല്ലുന്ന ഗോൾഡ് ലോൺ വേണം. ഇതിത്രയാണ് നമ്മളൊരു ഗോൾഡ് ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ട സാധനങ്ങൾ. ഇനി ഇതിത്രയും മതി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഷോർട്ടാക്കിയിട്ട് പറയാം. ഗോൾഡ് ലോൺ 2 ടൈപ്പാണുള്ളത്, അഗ്രികൾച്ചറിൽ അതുപോലെ തന്നെ പേഴ്സണൽ. അഗ്രികൾച്ചറിൽ തന്നെ നമുക്ക് 2 ഇതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഗവൺമെൻറ് സബ്സിഡി വെച്ചിട്ടുള്ളതും ഗവൺമെൻറ് സബ്സിഡി ഇല്ലാത്തതും. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് പേഴ്സണൽ ലോൺ നമുക്ക് പേഴ്സണൽ ലോണിലെയും ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറെൻ്റ് ആണ്. 6 മാസത്തെ പീരീഡിലേക്ക് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 1 year പീരീഡ് അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ബാങ്കുകളനുസരിച്ച് ഇത് മാറും, ഇൻട്രസ്റ്റ് റേറ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ മാറും. പക്ഷേ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വേണമെങ്കിൽ എന്തായാലും ഡു ഫോളോ മൈ ചാനൽ. ആൻഡ് ഇഫ് യു ഡു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് subscribe to my channel, and thanks for watching. Bye bye.